ഇത് നമ്മുടെ പെസഹാട് അന്നത്തെ പാർട്ട് 2 വിശേഷങ്ങളാണ്. ഞങ്ങളെല്ലാവരോടും ജസ്റ്റ് എല്ലാം ഒത്തുകൂടിയ സമയമായതുകൊണ്ട് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. നമ്മുടെ പള്ളിയും ആശുപത്രിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ബാക്ക് ഗേറ്റിൽ കൂടെ കയറാനായിട്ട് ഗ്രൗണ്ടിൽ കൂടെ കറങ്ങി വരുവാണ്. അങ്ങനെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം മമ്മിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അവരെവിടെയോ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഓൾറെഡി എല്ലാം നോക്കിയപ്പം വെള്ള കളർ ചുരിദാറും എല്ലാം വെള്ളമയമാണ്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പം കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ടും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന സമയത്താണ് എൻ്റെ 2 കസിൻസിനെ കണ്ടുമുട്ടിയത്. പിന്നെ അവരുടെ കൂടെയായി നോക്കിയപ്പം ആ പരിസരത്ത് തന്നെ മമ്മിയും നിൽപ്പുണ്ട്. അകത്താന്നേ ഉള്ളൂ, ആ ഹോളിൻ്റെ ഇതിനകത്താണ് മമ്മി നിൽക്കുന്നത്. അവിടെയാണ് സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ വെളിയിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഇത് കണ്ടില്ല, കുർബാനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോറെല്ലാം അടച്ചു. നമുക്ക് ഈ ഒരു മെയിൻ ഡോറിൽ കൂടെ മാത്രമേ ഇനി അകത്തേക്ക് എൻട്രൻസ് ഉള്ളൂ കേട്ടോ. ഭയങ്കര ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി. എന്നാൽ അത്യാവശ്യം ഇടി കുറഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാമെന്നും കരുതി നിന്നതാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാ, ബാക്കിൽ നിന്നുള്ള നല്ല തള്ളുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഗ്രില്ലിട്ട് അടച്ചേക്കാണ്. ഇതിപ്പോൾ തുറന്നു കേട്ടോ. നമ്മൾ ഈ ഗ്യാപ്പിൽ അകത്ത് കയറുവാണ്. അവിടെ അകത്താണെങ്കിൽ ഈ ശുശ്രൂഷയൊക്കെ നടന്ന തിരുമേനിയായിരുന്നു. അപ്പോൾ തിരുമേനിയുടെ കൈ കൊണ്ട് കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ക്യൂവിൽ നിന്നതായിരുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോൾ കണ്ടില്ല, ഭയങ്കര ആളാണ് ആ ക്യൂവിൽ. അപ്പം മമ്മി പറഞ്ഞു നമുക്ക് അപ്പുറത്തോട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ അപ്പുറത്തെ ക്യൂവിലോട്ട് ചാടി. അവിടെയാകുമ്പോൾ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ആ ക്യൂവിൽ നമ്മൾ കുർബാന സ്വീകരിച്ച് വെളിയിലിറങ്ങി. വെളിയിൽ നമുക്ക് ഇറങ്ങിയപ്പം 2 ഉണ്ടയൊക്കെ കിട്ടി കേട്ടോ, കൊഴുക്കട്ട. അതിങ്ങനെ നമുക്ക് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അത് കിട്ടി. പിന്നെ വെളിയിൽ ചെരുപ്പിടാൻ ചെന്നപ്പം ഞാൻ ഒരു റീൽസ് കണ്ടായിരുന്നു. ഒരു ചെരുപ്പ് ഒരു തൂണിൻ്റെയും മറ്റേ ചെരുപ്പ് വേറൊരു തൂണിൻ്റെയും അവിടെ ഇട്ടാൽ ആരും കട്ടുകൊണ്ട് പോകത്തില്ലെന്ന്. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, എൻ്റെ ചെരുപ്പ് പോയതായിട്ട് പലപ്പോഴും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അതുകൊണ്ട് എൻ്റെ ചെരുപ്പ് 2ഉം എനിക്ക് കിട്ടി. പിന്നെ അവിടെ ബണ്ണും കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതും മേടിച്ചിട്ട് നമ്മൾ റീജയ്ക്ക് നൈറ്റായിരുന്നു, അവൾക്കും ഒരു ബണ്ണ് കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ പോയി.